മലയാളികൾ ഏറെ ആഘോഷമാക്കിയ മോഹൻലാൽ ചിത്രമാണ് ഛോട്ടാ മുംബൈ. വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യപ്പെടുകയും തിയേറ്ററുകളിൽ വീണ്ടും ആഘോഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഛോട്ടാ മുംബൈയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു മണിക്കുട്ടൻ ചെയ്ത സൈനുവിൻ്റേത്. മോഹൻലാലിന്റെ കൂടെ ബുള്ളറ്റിൽ വരുന്ന ഇൻട്രോ സീനായിരുന്നു നടന് ലഭിച്ചിരുന്നത്. ഇപ്പോൾ മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ ഇൻട്രോ സീനിനെ കുറിച്ച് പറയുകയാണ് മണിക്കുട്ടൻ. എന്നെ രാജുവേട്ടനാണ് ഛോട്ടാ മുംബൈ സിനിമയിലേക്ക് ആദ്യമായി വിളിക്കുന്നത്. ആ സമയത്ത് എന്നോട് അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. മണി, ഞാൻ ഛോട്ടാ മുംബൈ എന്നൊരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്, അതിൽ നിനക്കൊരു ക്യാരക്ടറുണ്ട് എന്ന് രാജുവേട്ടൻ പറഞ്ഞു. ഞാൻ വാർത്തകളിലൂടെ ഈ സിനിമയെ പറ്റി അറിഞ്ഞിരുന്നു. രാജമാണിക്യത്തിന് ശേഷം അൻവർ റഷീദ് സാർ ചെയ്യാൻ പോകുന്ന സിനിമയാണ് അത്. അപ്പോൾ ഞാൻ താങ്ക്സ് ചേട്ടാ, ഏതാണ് എന്റെ ക്യാരക്ടർ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, എപ്പോഴാണ് എന്റെ ഡേറ്റ് എന്ന് മാത്രമാണ് ചോദിച്ചത്. പക്ഷെ ചേട്ടൻ ആ കഥാപാത്രത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു തന്നു. സൈനു എന്നാണ് നിന്റെ കഥാപാത്രത്തിന്റെ പേര്. അയാളുടെ ഇൻട്രോ സീനായി വരുന്നത് ഒരു ഗർഭസ്ഥ ശിശുവിനെ അമ്മ കൊണ്ടുവരുന്നത് പോലെ ലാലേട്ടൻ ബുള്ളറ്റിന്റെ മേൽ ഇരുത്തിയിട്ട് കൊണ്ടുവരുന്നതാണ് എന്നാണ് രാജുവേട്ടൻ പറഞ്ഞത്. അദ്ദേഹം ബാക്കി പറയുന്നതിനു മുമ്പേ ഞാൻ ഇടയ്ക്ക് കയറി, ഇനി വേറെയൊന്നും പറയണ്ട, ഡേറ്റ് പറഞ്ഞാൽ മാത്രം മതി, ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ലാൽ സാറിനൊപ്പം നായികമാർക്ക് പോലും അങ്ങനെ ഒരു സീനോ ഇൻട്രോയോ കിട്ടിയിട്ടുണ്ടാകില്ല. ചിരിച്ചുകൊണ്ട് മണിക്കുട്ടൻ പറഞ്ഞു, ആ ഭാഗ്യം വേറെ ആർക്കും കിട്ടിയിട്ടില്ല.